Hi all, welcome to Competitive Cracker. I am Dr. Vidya Vijayan. ഇക്കഴിഞ്ഞ നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്തത് എല്ലാവരും അറിഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിലെ നെറ്റ് ഇംഗ്ലീഷിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ മറ്റു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. Okay, so let's move on to our first question. This is our first question. Which among the following writers once remarked that I awoke one morning and found myself famous? Option A, Charles Lamb. Option B, P.B. Shelley. Option C, Lord Byron. And option D, John Keats. Okay, ഇവരെല്ലാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. But who said that I awoke one morning and found myself famous? Okay, so this comment is made by Lord Byron, and he is the author who said I awoke one morning and found myself famous. And the work which made him famous is Childe Harold Pilgrimage. Childe Harold Pilgrimage. Childe Harold Pilgrimage. Okay, and this is the important work written by Lord Byron, or this is the work which made him famous. Okay, so let's move on to our next question. This is our second question. Which of the following definitions of linguistic terms are കറക്റ്റ്? ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പം ലിറ്ററേച്ചറുകാരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് അല്ലേ. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിലെ കുറേ ടേംസിൻ്റെ ഡെഫിനിഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ, ഓർത്തോപ്പി ഈസ് ദ സ്റ്റഡി ഓഫ് കറക്റ്റ് ഗ്രാമർ ഇൻ കൺഫോമിറ്റി വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് റീജിയണൽ പാറ്റേൺ. ഓപ്ഷൻ ബി, philology is the study of phonemes and other characteristics of the systems of speech sound in individual languages. Option C, synchronic study pertains to the study of language at a specific historical point. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ലിംഗ്വിസ്റ്റിക്സിൽ ഒരു ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആണെന്നുള്ള ഒരു ആൻസറിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡയക്രോണിക് സ്റ്റഡി പെർടെയിൻസ് ടു ദ ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻസ് ഓഫ് ലാംഗ്വേജ്. ദാറ്റ് മീൻസ് ലിംഗ്വിസ്റ്റിക് ചേഞ്ച് ഓവർ ദ പീരീഡ് ഓഫ് ടൈം. ദാറ്റ്സ് ഓൾസോ എ കറക്റ്റ് വൺ. Okay, phonology is the study of language in its cultural and social context. ഇതല്ല എന്നുള്ളതും ഷുവറാണ്. അപ്പം എ ബി സി ഡി ഇ അതിൽ സി ആൻഡ് ഡി കറക്റ്റ് ആണെന്നുള്ളൊരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തുന്നത്. അതേപോലെ തന്നെ എ ആൻഡ് ബി റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണെന്ന് നമ്മൾ പറയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ അനുസരിച്ച് സി ആൻഡ് ഡി ആണ് വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. ആ ഓപ്ഷൻസ് ഉണ്ടോ? സി ആൻഡ് ഡി. യാ, ഹിയർ ലൈസ് അവർ ഓപ്ഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി, സിങ്ക്രോണിക് സ്റ്റഡി ആൻഡ് ഡയക്രോണിക് സ്റ്റഡി. ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു എക്സ്പ്ലനേഷനിൽ കറക്റ്റ് ആയിട്ടുള്ള രണ്ട് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സിങ്ക്രോണിക് ആൻഡ് ഡയക്രോണിക് സ്റ്റഡിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the correct chronological order of the works of John Milton? So, Puritan writer ആണ് ജോൺ മിൽട്ടൺ. നമുക്കറിയാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ, പാരഡൈസ് ലോസ്റ്റ്. ഓപ്ഷൻ ബി, പാരഡൈസ് റീഗെയിൻഡ്. ഓപ്ഷൻ സി, ലിസിഡസ്. ഓപ്ഷൻ ഡി, കോമേഴ്സ്. ആൻഡ് ഓപ്ഷൻ ഇ, എൽ എലിഗ്രോ. ഓക്കെ, പക്ഷെ ഒരു കാര്യം നമുക്ക് ഷുവറാണ്, പാരഡൈസ് ലോസ്റ്റിന് ശേഷമാണ് പാരഡൈസ് റീഗെയിൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എക്ക് ശേഷം ഓപ്ഷൻ ബി വരുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. യാ, ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഓപ്ഷൻ എ ഈസ് ഫോളോഡ് ബൈ ഓപ്ഷൻ ബി. അപ്പം അതായിരിക്കണം നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്? ഇ, ഡി, സി, എ, ബി. So let us check once again. Okay, Paradise Lost, Paradise Regained, Lycidas, Comus, L Allegro. Okay, first one is Allegro, then second one Comus, Lycidas. Alle E, D, C, A and B.
Adano correct answer. EDZAB. Okay, option 1 is the correct answer. Okay, so let's move on to our next question. Here is our next question. Patrick White, the Australian novelist, was a recipient of which of the following prizes? Option A, Australian of the Year. Option B, Pulitzer Prize. Option C, Booker Prize. Option D, Nobel Prize in Literature. Perkins Prize in Narrative. So, Patrick White, Nobel Prize. He won Nobel Prize in Literature in the year 1973 and he won the award of Australian of the Year in the year 1973. So, option D and A. Let's check. D and A വരുന്നത് option second. Okay, this is the correct answer. A and D. Okay, is that clear? Now, let's move on to our next question. What is the correct chronological sequence of famous dramatists in order of their birth? Okay, here are our options. First one, William Congreve, John Dryden, William Wycherley, George Bernard Shaw, John Millington Synge. Okay, ഇതിൽ J.M. Synge ആണ് ലാസ്റ്റ് ഫിഗർ എന്നുള്ളത് നമുക്ക് പറയാം. ആൻഡ് ഫസ്റ്റ് ഫിഗർ ഈസ് ജോൺ ഡ്രൈഡൻ. സിഞ്ചിന് തൊട്ട് മുമ്പായിട്ട് ആണ് ഷോ വരുന്നത്. ആ ഒരു പീരീഡ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഓപ്ഷൻസ് വരുന്നത്. ഇനി വില്യം കോൺക്രേവ് ആണോ വില്യം വൈക്കേർലി ആണോ ഫസ്റ്റ് വരുന്നത്? ബിക്ക് ശേഷം, അതായത് നമ്മുടെ ഡ്രൈഡനെ ഫോളോ ചെയ്തിട്ടാണ് വില്യം വൈക്കേർലി ആൻഡ് ഹീ ഈസ് ഫോളോഡ് ബൈ വില്യം കോൺഗ്രേവ്. ഈ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആൻസറിൽ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഉണ്ടോ? BCADE. യാ, ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഒന്നുകൂടി പറയാം. അതാ ഫസ്റ്റ് വൺ ഡ്രൈഡൻ, ഹി ഈസ് ഫോളോഡ് ബൈ വൈക്കേർലി, ദെൻ കംസ് വില്യം കോൺഗ്രേവ്, ബെർണാഡ് ഷോ ആൻഡ് ഫൈനലി J.M. Synge. J.M. Syngeന്റെ റൈഡേഴ്സ് ടു ദ സീ ഒക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വർക്കാണ് അല്ലേ. അതുപോലെ എല്ലാ വില്യം കോൺഗ്രേവിൻ്റെ വേ ഓഫ് ദ വേൾഡ്, ജോൺ ഡ്രൈഡൻ നമുക്ക് പിന്നെ പറയണ്ട, മാക്ഫ്ലെക്നോ ആൻഡ് ജോർജ് ബെർണാഡ് ഷോയുടെ പിഗ്മാലിയൻ, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ഫുൾ ഫോം ഓഫ് APA? APAയുടെ ഫുൾ ഫോം നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് MLA ആണ് അല്ലേ, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? APA. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സോ let's move on to our next question. What is the correct sequence of various periods of English literature? So, എന്താണ് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡ്സും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കരോലിൻ ഏജ്, ജക്കോബിയൻ ഏജ്, റെസ്റ്റോറേഷൻ ഏജ്, കോമൺവെൽത്ത് പീരീഡ് ആൻഡ് അഗസ്റ്റൻ ഏജ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഫോമാറ്റ് നമ്മൾ ആലോചിച്ച് എഴുതുമ്പം ഫസ്റ്റ് വൺ ജക്കോബിയൻ ഏജ് ഈസ് ഫോളോഡ് ബൈ കരോലിൻ ഏജ്, then Charles, okay, then Commonwealth period. ഒലിവർ ക്രോംവെല്ലിന് ശേഷമാണ് നമ്മുടെ റെസ്റ്റോറേഷൻ സംഭവിച്ചത് അല്ലേ, ചാൾസ് വെസ്റ്റിന് റെസ്റ്റോറേഷൻ സംഭവിച്ചു. അപ്പം ഓപ്ഷൻ സി. ആൻഡ് ഫൈനലി വി ഹാവ് ഓഗസ്റ്റൻ ഏജ്. അപ്പം ഈ ഓപ്ഷൻസ് ഒക്കെ വരുന്ന ആൻസർ ഉണ്ടോ നമ്മുടെ ഓപ്ഷനിൽ? BADCE. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. അപ്പം ഇങ്ങനെ വേണം നമ്മൾ ഓരോ ആൻസേഴ്സും, നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസുകാർക്ക് ഏജ് വൈസും അല്ലെങ്കിൽ എന്താണ് ഓരോ ഓതേഴ്സും ഏത് ഏജുമായി കണക്റ്റഡ് ആണ്, ഇതൊക്കെ നമുക്ക് ഈസിലി ഗസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഫസ്റ്റ്ലി നമ്മൾ കണക്ട് ചെയ്യുക, എന്നിട്ട് അത് നമ്മൾ നമ്മുടെ എന്താണ് പേപ്പറിൽ ഒരു ഭാഗം കാണും നമുക്കിങ്ങനെ വർക്കൗട്ട് ചെയ്യാനായിട്ട്, അതിൽ എഴുതി നോക്കി വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിറ്ററേച്ചർ റിവ്യൂ provides first one citation details, second one discussion of works already researched in a relevant subject area,
Option 3, list of primary sources. And option D, provides hypothesis of the research undertaken. So literature review of literature. അത് closely നമുക്ക് relate ചെയ്യാൻ പറ്റുന്നത് option 2 ആണ്. Discussion of works already researched in a relevant subject area. അതാണ് review of literature. So the correct answer is option 2. Okay. റിസർച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ലിറ്ററേച്ചർ റിവ്യൂ. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിസംബറിലെ നെറ്റ് എക്സാമിന് വേണ്ടി ഒരു ലോങ് ടേം ബാച്ച് CC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9778826292. ഓക്കെ, ഇനി എന്തൊക്കെ സബ്ജക്റ്റിലാണ് കോഴ്സസ് ഓഫർ ചെയ്യുന്നത്? ജനറൽ പേപ്പർ ഈസ് ദെയർ, ഇക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, CSIR, ഫിസിക്സ്. ഓക്കെ, ഇനി നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്, എസ്പെഷ്യലി ഇംഗ്ലീഷ് സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ജൂലൈ 23 ഒരു ഫ്രീ വെബിനാർ ഉണ്ട്. അതിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്കിൽ ആ ഒരു വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.